അവിടെ അത് കൊട്ടണോടാ. പോലെ വിളിച്ചാലോ? ചെറിയ കുട്ടികളാട്ടോ അല്ലേ? നിങ്ങൾ പരിചയപ്പെടാണ്ട് ഇങ്ങോട്ട് വരി. എന്താ നിങ്ങളെ വിചാരം? കുട്ടി അടക്കേ ഞങ്ങളേ അപ്പം ഞാനെന്നേ കുട്ടികളെ ബാലവാടിക്ക് ഇങ്ങനെ കൊടുന്നൊക്കെ വന്നപ്പോഴേ അപ്പോൾ ഒരു നമ്മളെ കുട്ടികളെ ചെറിയ കുട്ടികളെ ഇപ്പോൾ ഏതായാലും വേനലവധിയൊക്കെ ആണല്ലോ, അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെ കുട്ടികൾ അവിടെ ഉണ്ട്, ആ തൊടുവിലുണ്ട് ഇങ്ങനെ ഒരു കൊട്ട് കേൾക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല പൂരത്തിൻ്റെ പരിപാടിയാണെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ബലാണെന്നുള്ളത്. അപ്പോൾ ഈ മൊബൈലിലൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ കൊടുത്താൽ ഒരുപാട് ഈ ഒരു കലാബോധം ഉണ്ടാവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ എന്തായാലും യാദൃശ്യമായി കുട്ടികൾ നമ്മളെ നാട്ടിലെ കുട്ടികൾ തന്നെ ഉണ്ടല്ലേ, താഴെക്കൂടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താ? അലകേഷ്. അൻ്റെതോ? ആദർശ്. സാരംഗ്. രോഹിത്. എന്താണ് ഈ പേര് പറയുന്നത്? അശ്വന്ത്. എത്രയിലാ പഠിക്കണേ? കുട്ടികളെന്ന് പറഞ്ഞാൽ അതാണല്ലേ നമ്മൾ ഇനി ഓലെങ്ങനെ കൊട്ട എങ്ങനെയൊക്കെ നോക്കിക്കോട്ടെ. ഞാൻ ശരിക്കും കേട്ടിട്ടൊന്നുമില്ല, അപ്പോൾ കണ്ടപ്പോൾ വെറുതെ എടുത്തുനിന്ന് മാത്രം. അതായത് നമ്മളൊരു ഓലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കടമ നമുക്ക് കൂടിയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അടുത്ത് നമ്മളിങ്ങനെ ഒരാളുണ്ടായിട്ട് നമ്മൾ ഓലെ പരിചയപ്പെടുത്തില്ലേ മോശമല്ലേ അല്ലേ? തുടങ്ങലെന്നാ? അപ്പോൾ നമ്മളെ ഡ്രം ഉണ്ട്. ഈ ഡ്രം എവിടെ നിന്ന് കിട്ടിയേ? ആര് വീട്ടിൽ നിന്ന്? ശരി. പിന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണല്ലേ? നമ്മളെ കുട്ടികളെ കൊട്ടി വേണമെങ്കിൽ കണ്ടോളി. എന്നാ റെഡി? നമ്മളെ കുട്ടികൾ പറ്റാതെ നമുക്ക് താളം മാറ്റി കൊട്ടാൻ വയ്ക്കോ?
അവിടെ വന്നപ്പോഴേ ഇവരിങ്ങനെ ഒരു കുട്ടന് വെച്ചേക്കുണ്ട്. അപ്പോൾ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയതാണ്. കുട്ടന് സ്ഥലം കണ്ടില്ലേ? അത് അവിടെ അതിൽ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ ഒക്കെ നമുക്കല്ലേ അവിടെ ആ ഒരു റബ്ബർ തോട്ടത്തിൽ കൊട്ടിയിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല കുട്ടികളൊക്കെ അപ്പോൾ ആ കുട്ടികൾ എങ്ങനെ നമ്മളെ കുട്ടികളെ കൊട്ടെ അടിപൊളിയല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ഈ കുട്ടികളെ ചെറിയ കുട്ടികളാണല്ലോ. പക്ഷേ എന്താ വെച്ചാൽ ഇവരെ സാമഗ്രികൾ കണ്ടില്ലേ? നമ്മളെ ഒരു ഡ്രമ്മുണ്ട്, അതിനകത്തൊക്കെ ടാപ്പൊക്കെ ഒട്ടിച്ചു. നമ്മുടെ കുപ്പിയുണ്ടല്ലേ പടച്ചനെ കുപ്പി പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ പേരെന്താണ് എന്താണ് ഇവിടെ വാ എന്താണ് അശ്വ എന്താണ് ആൾക്കാരെ പഠിപ്പിച്ചെന്ന് ആരത് പഠിപ്പിച്ചെന്ന് ഇവനോ എൻ്റെ ജ്യേഷ്ഠനാ അത് ശരി നല്ല കുട്ടി. ആരെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചെന്ന് ആരാ? ഒറ്റ കുട്ടി പഠിച്ചതാ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളൊക്കെ ഓരോരുത്തർ കഴിവുണ്ട്. നമ്മളെ കഴിവ് പുറത്തേക്ക് കാണിക്കണം, ഇങ്ങനെ ഒരു അവസരങ്ങൾ കൊടുക്കണം. നമ്മൾ കുട്ടികളുണ്ടോ ഒരു സ്വയം പഠിച്ചുണ്ടാക്കിയ അത്ര. അപ്പോൾ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. ഇവരൊക്കെ ഭാവിയിൽ നല്ല കൊട്ടരാവും അല്ലേ? പഠിക്കണത്തില്ലേ സാറൊക്കെ? എത്രയില്ല നമ്മളൊക്കെ സ്കൂളിൽ? എത്രയില്ല? 1-ലോ? ഏത് സ്കൂളിൽ? മുതിരമണ്ണ. അയ്യോ എത്രയാ? 4-ല്. 5ാം ക്ലാസ്സിൽ. ഏത് സ്കൂളാ? ആലനല്ലൂര്. എന്താ കഥ? 4 താഴെക്കൂടെ ഏല് ജിഎംഎൽ സ്കൂൾ. അയ്യോ 5-ല് PTM-ലാ? അയ്യോ 2-ല്. എത്ര എവിടെയാണ് എവിടെ പഠിക്കണേ? മുതിരാണോ? എന്താ എൻ്റെ പേര്? ആരാധിക നവന്തിക. ഇവരെ ഒഴിഞ്ഞ് നിൽക്കണം ഇവരെ കൂടെല്ലോ. നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടില്ലേ? കാരണം ഇവരെപ്പം കൂടിയപ്പോൾ 5 മിനിറ്റ് കൂടിയപ്പോഴേ ഭയങ്കര ഹാപ്പി ആയി. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ. അപ്പോൾ കാണട്ടില്ലേ വീഡിയോയിൽ കാണാം. ഓക്കെ പോട്ടെ.